ുമ്പോൾ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീത ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ സഹായിച്ചുവല്ലോ. ഇന്ന് സംസാരിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു ക്രിസ്തുമസിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രിയജനത്തോട് മനസ്സറിയണം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഇരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആഗമന കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചിരിക്കുകയാണ്. ഈ ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് സമൃദ്ധിയും സന്തോഷവും ഒരു ക്രിസ്തുമസിന്റെ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ സഭയും ദേശവും ലോക ജനതയും ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്രിസ്തുമസിന്റെ സന്തോഷം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ അനുസ്മരിക്കുന്ന ആ ഒരു സന്തോഷവും, രണ്ടാമത്തെ വരവിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടതായ ആവശ്യകതയെ കുറിച്ചുമാണ് ദൈവ വചനത്തിലൂടെ നാം കേൾക്കുവാനായിട്ട് പോകുന്നത്. ആഗമന കാലഘട്ടം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ ഒരു രക്ഷാകരമായ അനുഭവമാണ്. ലോക ജനത ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ആഗമനത്തോടുകൂടെ സംഭവിക്കുന്നത്. അങ്ങനെ ലോകം കാത്തിരുന്ന് ഒരു ലോകരക്ഷകന് വേണ്ടി, ഒരു മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുടെ ഒരു പൂർത്തീകരണമാണ് ആഗമനത്തിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കർത്താവായ യേശുവിന്റെ തിരുപ്പിറവിയുടെ ഒരുക്കത്തിന്റെ നാളുകളിലായിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ആഘോഷം, ആ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. സുവിശേഷം എന്ന് പറയുമ്പോൾ അതൊരു സദ്വാർത്തയാണ്. അതായത് ശ്രോതാവിന് സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന അനുഗ്രഹീതമായ അനുഭവമാണ്. എന്നാൽ ഏത് സുവിശേഷവും കേൾക്കുന്ന ശ്രോതാവിന്റെ മനോഭാവത്തെ ആശ്രയിച്ചായിരിക്കും അത് സുവിശേഷമായിട്ടും അഥവാ സദ്വാർത്തയായിട്ടും അല്ല എങ്കിൽ ദുർവാർത്തയായോ പരിണമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാം കേൾക്കുമ്പോൾ കേൾക്കുന്നവന്റെ മനോഭാവം ഒരു വാർത്ത സുവാർത്തയാണോ അഥവാ ദുർവാർത്തയാണോ എന്ന് ഹൃദയത്തിന്റെ നിരൂപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ ദൂതന്മാരുടെ ആഗമനം അബ്രഹാമിനും സാറായ്ക്കും അതൊരു സുവാർത്തയായിരുന്നു, സുവിശേഷമായിരുന്നു, സന്തോഷത്തിന്റെ വാർത്തയായിരുന്നു. എന്നാൽ സോദോം ഗോമോറയിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ഏറ്റവും നിരാശ പകരുന്ന ഒരു ദുർവാർത്തയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ദൂതന്മാരുടെ ആഗമനം മറിയയെ സംബന്ധിച്ചിടത്തോളം വളരെ സദ്വാർത്തയായും അവൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്ന് തന്നെ അംഗീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവളുടെ ജീവിതം മാറ്റപ്പെടുന്ന അനുഭവം. എന്നാൽ അത് കേരളാവിനും കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിന്റെ നഷ്ടത്തിനും അതുപോലെ നിരാശയ്ക്കും കണ്ണുനീരിനും അത് മുഖാന്തരമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറിയയുടെ ആഗമനം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് നാം പാഠമായി വായിച്ച സുവിശേഷ
വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം, അതാണ് സുവിശേഷം. ആ സുവിശേഷം ഈ ഭൂമിയിൽ പകരുവാൻ അതിന്റെ മുന്നൊരുക്കങ്ങൾ നിർവഹിച്ചത് നാം ആരുമല്ല, സർവശക്തനായ ദൈവം തന്നെയാണ്. വചനം ദൈവമാണ്. ഈ വചനം ജഡം ധരിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാണ് ക്രിസ്തുമസ്. അതിന്റെ ആഗമന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ഒരു സദ്വാർത്ത ഈ ലോകത്തിന് നൽകുന്നത് അത് സർവശക്തനായ ദൈവം തന്നെയാണ്. ഈ സദ്വാർത്തയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ പിതാവായ ദൈവം ആദിയിലെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്ത് അവനെ ഏതേൻ തോട്ടത്തിൽ നിന്നും ദൈവം പുറത്താക്കി. എന്തുകൊണ്ട് മനുഷ്യനെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് ചോദിച്ചാൽ, അവൻ വീണ്ടും പാപം ചെയ്ത് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ ഫലിച്ചു കഴിച്ചാൽ അവന് രക്ഷയുടെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ല എന്ന ബോധ്യം ദൈവത്തിന് ഉള്ളത് കൊണ്ട് അവനെ വീണ്ടും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ ഉള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ മനുഷ്യനെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അന്ന് മുതൽ മനുഷ്യന് ഒരു സദ്വാർത്ത നൽകുവാൻ പിതാവായ ദൈവം ആഗ്രഹിച്ചിരുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ വചനത്തിന്റെ പൊരുളുകൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ സദ്വാർത്ത ലോകത്തിന് നൽകുവാനുള്ള ഒരുക്കങ്ങളിൽ ദൈവം വ്യാപൃതനാകുകയാണ്. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ടാണ് ദൈവം ഈ സദ്വാർത്തയ്ക്ക് വഴിയൊരുക്കുന്നത്. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നവരാണ് ദൈവം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടെ ആയിരിക്കുന്നതും. അങ്ങനെ കാലാകാലങ്ങളിൽ മാനുഷികമായി അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തീർത്തു. അവരിലൂടെ ഒരു സദ്വാർത്തയ്ക്ക് വഴിയൊരുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അബ്രഹാം സാറ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അവിടെ വാർദ്ധക്യ നാളുകളിൽ ദൈവം അവർക്ക് ഒരു മകനെ നൽകുന്നു, ഇസഹാക്ക്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസഹാക്ക് റെബെക്ക ദമ്പതികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും ഒരു കുഞ്ഞിനെ കാണുവാൻ ഭാഗ്യമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ അവർ അസാധ്യമെന്ന് ചിന്തിച്ചാൽ അത് ഇനി മാനുഷികമായ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യത്തിൽ ദൈവം അവർക്ക് അത് സാധ്യമാക്കി കൊടുത്തു. യാക്കോബിനെ നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിന്റെ 30-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യാക്കോബിന്റെ ജീവിതത്തിലും നമുക്കറിയാം, യാക്കോബിന് 2 ഭാര്യമാരാണ്, ലേയ, റാഹേൽ. ലേയയ്ക്ക് മക്കളുണ്ടായിരുന്നു, റാഹേലിന് മക്കളെ ലഭിച്ചില്ല. ആ സാഹചര്യത്തിൽ തങ്ങൾക്ക് അസാധ്യം എന്ന് തോന്നിയതായ ആ സാഹചര്യത്തിൽ ദൈവം അവർക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുത്തു. യോസഫ് എന്ന അതേ അനുഗ്രഹിക്കപ്പെട്ട മകനെ ദൈവം അവർക്ക് നൽകി. തുടർന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം അവിടെ മനോഹ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ശിംശോൻ എന്ന പരാക്രമശാലിയെ ദൈവദാനമായി നൽകി. 1 ശമൂവേൽ 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എൽക്കാന ഹന്ന ദമ്പതികളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ മക്കളില്ലാത്ത സാഹചര്യത്തിൽ ഹന്ന ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് തന്റെ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ശമൂവേൽ എന്ന മകനെ അവർക്ക് ദാനമായി നൽകി. തുടർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം അവിടെ സക്കറിയാവ് എലീശ ദമ്പതികളെ കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സക്കറിയാവ് എലീശബത്ത് ദമ്പതികളുടെ ജീവിതത്തിലും ഒരു തീരാദുഃഖമുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മക്കളില്ല എന്നുള്ള അനുഭവം. ആ ഒരു അനുഭവത്തിൽ ദൈവം അതേ സക്കറിയാവിന് പ്രത്യക്ഷപ്പെട്ട് ഒരു മകനെ നൽകുന്നുണ്ട്. യേശുവിന്റെ മുന്നോടിയായി യേശുവിന് വഴിയൊരുക്കുന്ന യേശുവിന്റെ സദ്വാർത്തയുടെ മുന്നോടിയായി അതാ യോഹന്നാൻ സ്നാപകൻ
സ്നാപകൻ ജനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ക്രിസ്തുമസിന്റെ സന്തോഷം, ആ സദ്വാർത്ത ലോകത്തിന് നൽകുവാൻ ദൈവം ഇവിടെ വഴിവരുത്തുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ മറിയ തന്റെ കുടുംബത്തിലുള്ള ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ് ഭാഗം. എലിസബത്തിനെ മറിയ സന്ദർശിക്കുമ്പോൾ അവിടെ രണ്ടുപേരുടെയും സംഭാഷണങ്ങൾ വളരെ വ്യക്തമായി നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഒരു അനുഭവമാണ്. ഇവിടെ സദ്വാർത്തയുടെ വാഹകരായി മറിയ മാറ്റപ്പെടുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളായി നാം ദൈവത്തെ ആരാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഈ സദ്വാർത്ത സമൂഹത്തിന് നൽകേണ്ടവരാണ് എന്ന ഒരു ബോധ്യവും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. സദ്വാർത്ത ലോകത്തിന് നൽകുക എന്നുള്ളത് ഒരു ക്രിസ്തീയ ദൗത്യമാണ്. ഈ ദൗത്യം നാം നിർവഹിക്കപ്പെടുമ്പോഴാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നമുക്ക് ലോകത്തിന് പകരുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച വേദഭാഗത്തിൽ അത് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കന്യക ഗർഭിണിയായി തീരുന്ന ഒരു അനുഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ലോകത്തിന് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. അത് ഉദാഹരണം, ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഭാഗമെല്ലാം നമുക്ക് വളരെ സുപരിചിതവുമാണ്. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാർത്ത സദ്വാർത്തയോ ദുർവാർത്തയോ ആയി മാറ്റപ്പെടുന്നത് ശ്രോതാവിന്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഇവിടെ മറിയയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അതൊരു സദ്വാർത്തയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ദൈവവചനം അനുസരിക്കുവാനുള്ള മറിയയുടെ ഹൃദയത്തിന്റെ ഒരുക്കമാണ്. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നവർക്കാണ് അത് ഒരു വാർത്ത സദ്വാർത്തയോ അഥവാ ദുർവാർത്തയോ ആയി മാറ്റപ്പെടുന്നതിന്റെ ആ ഒരു പരിവർത്തനം ഹൃദയങ്ങളിലാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു സദ്വാർത്ത ലോകത്തിന് നൽകുവാൻ ഒരുങ്ങുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നാം കേൾക്കുന്നത് സദ്വാർത്തയാണോ ദുർവാർത്തയാണോ എന്ന് രൂപപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളുടെ മനോഭാവങ്ങളിലാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. ഇവിടെ മറിയ ദൈവവചനത്തിന് തന്നെ വിധേയപ്പെട്ടപ്പോൾ അത് അവൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമായി തോന്നി. ഇവിടെ മറിയ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തുമസിന്റെ ആഘോഷം എന്ന് പറയുന്നത്, ഒരു ക്രിസ്തുമസിന്റെ സന്തോഷം എന്ന് പറയുന്നത് അത് മറിയയുടെ വാക്കുകളിലൂടെ പ്രകടമാകുകയാണ്. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയ കേട്ട ദൈവവചനം മറിയയുടെ ജീവിതത്തിൽ സദ്വാർത്തയായി പരിണമിച്ചപ്പോൾ, തന്നെ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിയപ്പോൾ മറിയയുടെ മനോഭാവമാണ്: ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും, ശക്തനായ ദൈവം എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ മനോഭാവങ്ങൾക്ക് പ്രകാരമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ സദ്വാർത്തയും സുവിശേഷവും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹീതമായ തലങ്ങളിലേക്ക് നമ്മെ വഴി നടത്തി. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും നിരാശകളും ഈ ലോകത്തിന്റെ ചിന്തകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ സദ്വാർത്തയെ അംഗീകരിക്കുവാനുള്ള മനസ്സില്ലായ്മ ഇന്ന് പലരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തുമ്പോൾ ദൈവം എനിക്ക് നൽകിയത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവം എന്ന് നാം ചിന്തിക്കുമ്പോൾ, ശക്തനായ ദൈവം എനിക്ക് വലിയവ ചെയ്തു, അങ്ങനെ ദൈവം മുമ്പാകെ വിനയപ്പെടുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഇവിടെ മറിയയ്ക്ക് ലഭിച്ച സദ്വാർത്ത, മറിയ തന്റെ ചാർച്ചക്കാരുടെ
ഭവനത്തിലേക്ക് കടന്നുപോയി അവരുമായി പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം. പ്രിയമുള്ളവരെ, സദ്വാർത്ത അത് മറ്റുള്ളവർക്ക് നൽകുവാനുള്ള ഒരു ദൗത്യമാണ് നാം നിർവഹിക്കപ്പെടേണ്ടത്. കർത്താവായ യേശുവിന്റെ ജനനം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമെന്ന് അന്ന് അത് സ്വർഗീയ ഗായക സംഘം ആലപിച്ചപ്പോൾ, ഇന്ന് നാം അത് ഏറ്റുപാടുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഈ സദ്വാർത്ത നമ്മുടെ സമൂഹത്തിന് പകരപ്പെടുവാനായിട്ട് കഴിയണം. ഇവിടെ മറിയയ്ക്ക് ലഭിച്ച സദ്വാർത്ത അവൾ സ്വകാര്യവൽക്കരിച്ചില്ല, മറ്റുള്ളവരുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ച് ഏകദേശം ഒത്തിരി ദൂരം സഞ്ചരിച്ച് തന്റെ ചാച്ചക്കാരത്തിയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി ഈ സദ്വാർത്ത പങ്കിടുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തുമസിന്റെ കാലഘട്ടമാണ് നാം അനുഭവിക്കുന്ന സദ്വാർത്ത അഥവാ സുവിശേഷം. ഈ സുവിശേഷം ജഡം ധരിച്ച കർത്താവായ യേശുവിന്റെ തിരുപ്പിറവി നാം ആഘോഷിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് പകരപ്പെടുന്ന ഒരു അനുഭവമാക്കി നാം അതിനെ മാറ്റപ്പെടണം. ഒരു ക്രൈസ്തവ സാക്ഷ്യം സമൂഹത്തിന് നൽകുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. നാം ഒരു മതബഹുല സമൂഹത്തിലാണ് ജീവിക്കുന്നത്. യേശുവിന്റെ ജനനത്തിങ്കൽ അത് മാലാഖമാർ പാടിയത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷമെന്നാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സന്തോഷമല്ല, അങ്ങനെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം. ഒരു മതബഹുല സമൂഹത്തിൽ ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും അത് സന്തോഷത്തിന് മുഖാന്തരമായി തീരണം. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഒരു മതബഹുല സമൂഹത്തിൽ നമ്മുടെ ചുറ്റും പാർക്കുന്ന ക്രിസ്ത്യേതരരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരുടെ ഭവനങ്ങളിൽ ഈ സദ്വാർത്ത അറിയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന അഭിമാനത്തോടുകൂടെ നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ഭവനങ്ങളെ നമുക്കൊന്ന് സന്ദർശിക്കുവാനായിട്ട് കഴിയണം. അവിടെ ക്രിസ്തുമസിന്റെ മധുരം നമുക്ക് നൽകുവാനായിട്ട് കഴിയണം. അത് കർത്താവായ യേശു ജഡധാരിയായി ഈ ഭൂമിയിൽ അവതരിച്ചത്, അനേകം അവതാരങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിലും കാലസമ്പൂർണതയിൽ അവതാരങ്ങളുടെ പൂർത്തീകരണമായി കർത്താവായ യേശു ഈ ഭൂമിയിൽ അവതരിച്ചത് എല്ലാവർക്കും സദ്വാർത്തയായിട്ടാണ്. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് നമുക്ക് ഈ സദ്വാർത്ത ക്രിസ്തുമസിന് പകരപ്പെടുവാനായിട്ട് കഴിയണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ അയൽക്കാർക്ക് ഈ സദ്വാർത്ത പകരപ്പെടുവാനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹീതമായ അനുഭവമാണ്. ചില ഭവനങ്ങളിൽ കരോൾ നടത്തിയപ്പോൾ ചുറ്റുമുള്ള ക്രിസ്ത്യേതരായ അനേക കുടുംബങ്ങൾ ആ ഭവനത്തിൽ കടന്നു വന്ന് ഈ ഗായക സംഘത്തെ അവരവർ ആസ്വദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. അതേ പ്രിയമുള്ളവരെ, നാം സദ്വാർത്ത പകരപ്പെടുന്നവരായിരിക്കണം. മറ്റുള്ളവർക്ക് സദ്വാർത്ത അഥവാ സുവിശേഷം പകരുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. ആ നിയോഗം നാം ഏറ്റെടുക്കുമ്പോഴാണ് അത് സുവിശേഷം ആഘോഷത്തിന്റെ അനുഭവമായി മാറ്റപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഡിസംബർ മാസം 24-ാം തീയതി നമ്മുടെ സഭയിലെ സകല കുടുംബങ്ങളും നടക്കുവാൻ കഴിയുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ, പ്രിയമുള്ളവരെ, ഒരു സദ്വാർത്തയുടെ സാക്ഷ്യം വഹിക്കുവാനാണ് നാം ഒരു ഘോഷയാത്രകൾ ക്രമീകരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഞാൻ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് പിന്നിലുള്ള ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരികയാണ്. നാം അതിനോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. സഭയോടുള്ള നമ്മുടെ കൂറും ഈ സമൂഹത്തോടുള്ള നമ്മുടെ ക്രൈസ്തവ പ്രതിബദ്ധതയും ഈ സദ്വാർത്ത സമൂഹത്തിന് പകരപ്പെടുന്ന ക്രിസ്തുമസിന്റെ സന്തോഷം പകരപ്പെടുന്ന ഒരു ഘോഷയാത്ര, അത് ഒരു സുവാർത്തയുടെ ആഘോഷമായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നാം മുന്നിരുന്നത്. എല്ലാവരും ഈ സമയം വേർതിരിക്കുകയും പ്രാർത്ഥനയോടെ, പ്രിയമുള്ളവരെ, അല്പസ്വല്പ അവശതകളുള്ളവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ആരോഗ്യം നൽകും. ഞാനത് പറയുവാനുള്ള കാരണം നമ്മുടെ അവസ്ഥകൾ അറിയുന്നവനാണ് ദൈവം. ഈ സദ്വാർത്തയുടെ ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ സന്തോഷം, ഒരു മതബഹുല സമൂഹത്തിൽ എനിക്കും കർത്താവായ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടെ ഈ സുവാർത്തയുടെ ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് കഴിയും.
ഇവിടെ കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിനെ ആഘോഷമാക്കി തീർക്കുന്ന അനുഭവങ്ങളാണ് ക്രിസ്തുമസ്. കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പിതാവായ ദൈവം ആരംഭിച്ചതായിട്ട് ഞാൻ പറഞ്ഞു. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജഡാവതാരിയായി മനുഷ്യനായി അവതരിപ്പിക്കുവാൻ ദൈവമെടുത്ത മുന്നൊരുക്കങ്ങൾ അസാധ്യമായ സാഹചര്യങ്ങളെ സാധ്യമാക്കുന്നതിലൂടെയായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പരിശുദ്ധ ഇടവകയിലും ഇന്നോളം നാം അസാധ്യമെന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ദൈവം സാധ്യമാക്കി തീർക്കുവാനായിട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സുകൾക്ക് ഒരു പരിവർത്തനം വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതേ, നാം കേൾക്കുന്ന വചനം സുവാർത്തയായി പരിണമിക്കണം. അത് ദുർവാർത്തയാകുവാൻ ഹൃദയങ്ങളെ കഠിനമാക്കാതെ ഇതൊരു സദ്വാർത്തയായി നാം അംഗീകരിക്കുകയും ഒരു മതപൗര സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്ന സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിനെ ആഘോഷമയമാക്കി മാറ്റുവാൻ നാം ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം വ്യക്തിപരമായ നമ്മുടെ ജീവിതങ്ങളെയും നാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുവിന്റെ ഒന്നാം വരവിനെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിലൂടെ ഒരു ജീവസുറ്റ അനുഭവമായി ഒരു മതപൗര സമൂഹത്തിൽ നാം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനെ നാം വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന്റെ കാലൊച്ചകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാം കേൾക്കുകയാണ്. ആ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവായ യേശു തമ്പുരാൻ എന്ന് വന്നാൽ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ആ യേശുവിനോടൊപ്പം നമുക്ക് പോകുവാനായിട്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, യേശുവിന്റെ ഒന്നാം വരവിനെ ആഘോഷകരമായി ആരാധനകളിലൂടെ നാം ഒരു സാക്ഷ്യത്തിലൂടെ ദൈവത്തെ പ്രതികരിക്കുമ്പോൾ യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കവും നമ്മുടെ ഹൃദയത്തിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിൽ ചെമ്മരിയാടുകളെ തന്നെ വലത്തും കോലാടുകളെ തന്നെ ഇടത്തിൽ നിർത്തും. തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ട ദൈവരാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. തന്റെ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവിൻ, പിശാചിനും അവന്റെ സന്തതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യാഗ്നി അവകാശമാക്കിക്കൊള്ളുവിൻ. ഇവിടെ ഒരു ചോദ്യം ഈ കർത്താവായ യേശുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിൽ നാം യേശുവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുമോ? ഇടത്ത് ഭാഗത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുമോ? പ്രിയമുള്ളവരെ, ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കൂടെ കാലഘട്ടമാണ്. ഒരുവൻ സകലവും നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനൊരു പ്രയോജനവുമില്ല. സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുതുക. ഈ ക്രിസ്തുമസിന്റെ കാലഘട്ടം ആഘോഷമയമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വന്തം ആത്മാവിന്റെ രക്ഷയുടെ കരുതുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.